അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കാൻ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വമ്പൻ ഗൂഢാലോചന പൊളിച്ചു. ഭീകരൻ പിടിയിലായിരിക്കുന്നു. ഭീകരൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ എന്നാണ്. ഇയാളുടെ പക്കൽ നിന്ന് ആയുധങ്ങളും കണ്ടെത്തി. അബ്ദുൾ റഹ്മാന് ISIയുടെ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്. AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് ഓൺലൈൻ ട്രെയിനിങ്ങും ലഭിച്ചിട്ടുണ്ട്. നിരവധി ജമാഅത്തുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ അബ്ദുൾ റഹ്മാൻ. ഒപ്പം തന്നെ ഒരു മട്ടൺ ഷോപ്പ് നടത്തുന്ന ഇയാൾ ഒരു തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകൻ കൂടിയായിരുന്നു. ഇയാളുടെ പക്കൽ നിന്നാണ് ഹാൻഡ് ഗ്രനേഡ് കണ്ടെടുത്തിരിക്കുന്നത്. നിരവധി തവണ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പഠിക്കുകയും ഈ വിവരം പാക് ചാര സംഘടന ISIക്ക് കൈമാറുകയുമായിരുന്നു. തുടർന്ന് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അബ്ദുൾ റഹ്മാൻ ഈ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങിയത്. ഇതിൻ്റെ ഭാഗമായി മിൽക്കിപൂർ സ്വദേശിയാണ് ഇദ്ദേഹം. അതായത് അയോധ്യ സ്ഥിതി ചെയ്യുന്ന മിൽക്കിപൂർ എന്ന് പറയുന്ന നിയോജകമണ്ഡലം സ്വദേശി കൂടിയാണ് ഇയാൾ. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലായിരുന്നു. ഇതാണ് ഗുജറാത്ത് ATS ആണ് ഈ നീക്കം പൊളിച്ചത്. കാരണം ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് ATS നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഫരീദാബാദിൽ വെച്ച് അബ്ദുൾ റഹ്മാനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രാദേശികമായ ചില സഹായങ്ങളും ഈ അബ്ദുൾ റഹ്മാന് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് പോലീസ് കരുതുന്നു. അതിൻ്റെ ഭാഗമായി ഉത്തർപ്രദേശ് പോലീസ് അടക്കം ഇതിൻ്റെ അന്വേഷണമാണ്. ഇപ്പോൾ ഹരിയാന, ഉത്തർപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ ഇടങ്ങളിലെ ATSകൾ സംയുക്തമായി തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ വിവിധ കേന്ദ്ര ഏജൻസികളുമുണ്ട്. കാരണം അയോധ്യ തകർക്കുമെന്ന് ഇതിനോടകം തന്നെ വിവിധ ഭീകര സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതീവ സുരക്ഷാ സംവിധാനമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അയോധ്യ. ഏതായാലും ഒരു വലിയ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ഒരു വലിയ കാഷ്വാലിറ്റി സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഈ ഭീകരരുടെ ലക്ഷ്യം. ക്ഷേത്രം തകർക്കുക എന്നുള്ളതല്ല, ലക്ഷക്കണക്കിന് പേർ വരുന്ന ഇവിടേക്ക് ഗ്രനേഡും മറ്റും എറിഞ്ഞുകൊണ്ട് വലിയൊരു കാഷ്വാലിറ്റി, വലിയൊരു ആൾനാശം വരുത്തുക എന്നുള്ളതായിരുന്നു ഭീകരരുടെ ലക്ഷ്യം. ഏതായാലും ഇപ്പോൾ അത് പൊളിഞ്ഞ് അടുങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.